ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് മാർക്കറ്റിലെ ന്യൂസ് നോക്കാം. കഴിഞ്ഞ ദിവസം ഫ്രൈഡേ ഗ്ലോബൽ മാർക്കറ്റ്സ്, US മാർക്കറ്റ്സ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സും നെഗറ്റീവിൽ. നിഫ്റ്റി ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിന് സാധ്യത നൽകിക്കൊണ്ട് 110 പോയിന്റ് മൈനസിൽ കഴിഞ്ഞ ദിവസം ഫ്രൈഡേ ക്ലോസ് ചെയ്തിരുന്നു. ഏഷ്യൻ മാർക്കറ്റ്സ് ബാക്കി എല്ലാ മാർക്കറ്റ്സിലും നമുക്ക് പോസിറ്റീവ് കാണാൻ പറ്റും. എങ്കിലും നിഫ്റ്റി ഒരു മൈനസിലാണ് ക്ലോസ് ചെയ്തത്. നമുക്കൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യത കൂടുതൽ കാണിക്കുന്നത്. ആസ് പെർ ഓപ്ഷൻ ചെയിൻ ഡാറ്റ, നമുക്ക് നിഫ്റ്റിയുടെ ഡാറ്റയിലേക്ക് കിടക്കുമ്പോൾ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് ഇമ്മീഡിയറ്റ് ലെവലിൽ ബിൽഡ് ആയിരിക്കുന്ന ഏരിയ 26,200 26,300 ആണ്. അത് നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. അതുപോലെ സപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് 25,800 ലെവൽസിൽ സപ്പോർട്ട് കാണാനായിട്ട് പറ്റും. അതല്ലാതെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവൽ 25,500 ആണ്. സോ ഈ ലെവൽസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമുക്ക് 26,000 വരുന്ന ഡിഫറൻസും അടുത്ത ദിവസത്തേക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. ഇനി നമുക്ക് നേരെ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. ഇത് ജസ്റ്റ് 5 മിനിറ്റ് ചാർട്ടാണ്. നമുക്ക് കഴിഞ്ഞ ഫ്രൈഡേ സംഭവിച്ചത് കാണാൻ പറ്റും. എസ്പെഷ്യലി നമുക്ക് ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ ചെറിയൊരു ഡൗൺ സൈഡിലേക്ക് പോയി. പിന്നീട് നമ്മൾ കണ്ടത് കൺസോൾട്ടേഷൻ ആണ്. ത്രൂ ഔട്ട് ദ ഡേ കൺസോൾട്ടേഷൻ ആണ്. ഒരു ബ്രേക്ക് ഔട്ടിനോ അതുപോലെ 26,60 എന്നൊരു ലെവലെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാനോ നിഫ്റ്റിക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോഴത്തെ ലെവൽ വെച്ച് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 26,000 താഴെ വീക്ക്നെസ് ആണ്. 26,000 എബോ മാത്രമാണ് ഒരു ബുള്ളിഷ് ഹോപ്പ് കാണുന്നത്. സോ നമുക്ക് നിഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് 26,000 എന്ന ഒരു മേജർ ലെവൽ തന്നെ അടുത്ത ദിവസത്തേക്ക് കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. സെൻസെക്സ് 85,267 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി പോലെ തന്നെ സെയിം പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. 85,000 സപ്പോർട്ട്, 85,500 ലെവൽസ് റെസിസ്റ്റൻസ് ആവും. 85,400 500 ലെവൽസ് ആയിരിക്കും റെസിസ്റ്റൻസ് ആകാനായിട്ട് കൂടുതൽ ചാൻസ് വരുന്നത്. ഇന്ത്യ വിക്സ് 10 നിൽക്കുന്നത്. വലിയ വോളാറ്റിലിറ്റി മാർക്കറ്റിൽ ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ബാങ്ക് നിഫ്റ്റി 59,389 സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ തന്നെ ഒരു ത്രൂ ഔട്ട് ദ ഡേ നമുക്കൊരു കൺസോൾട്ടേഷൻ തന്നെ ഫ്രൈഡേ കണ്ടു. അടുത്ത ദിവസത്തേക്ക് 59,500 ഫസ്റ്റ് റെസിസ്റ്റൻസ് ആകുമ്പോൾ 59,100 ആയിരിക്കും സപ്പോർട്ട് ഏരിയ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്ന മേജർ ആയിട്ടുള്ള ലെവൽ എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ ഡാറ്റയിലേക്ക് പോകാം. ബാങ്ക് നിഫ്റ്റി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് 60,000 ലെവൽസിലും 59,500 ലെവൽസിലുണ്ട്. 59,300 ഏരിയ സപ്പോർട്ടാകാനും കൂടുതൽ ചാൻസ് ഉണ്ട്. ഇനി FII DII ഡാറ്റയിലേക്ക് കടക്കുമ്പോൾ FII കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സെല്ലിംഗ് നടത്തിയിട്ടുണ്ട്. 19,605 FIIയുടെ ഒരു സെല്ലിംഗ് ആണ്. ഇക്വിറ്റി മാർക്കറ്റിൽ DII 39,970 കോടി രൂപയുടെ DII പർച്ചേസും നടത്തിയതായിട്ട് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഗോൾഡിൻ്റെ ചാർട്ട് നോക്കാം. ഗോൾഡ് 4,200 എബോവ് സസ്റ്റെയിൻ ചെയ്തു. ഇനി നമുക്ക് 4,300 റെസിസ്റ്റൻസ് ഉള്ളത്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു റെസിസ്റ്റൻസ് ഏരിയ $4,350 ആണ്. ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത് 4,270 ആയിരിക്കും നെക്സ്റ്റ് ഡേയ്സിലേക്ക് ഒരു സപ്പോർട്ടാകാൻ കൂടുതൽ ചാൻസ് വരുന്ന ലെവൽ. WTI ക്രൂഡ് ഓയിലിൽ 57 നിൽക്കുകയാണ്. 60 എന്ന സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് 57 എന്നൊരു സപ്പോർട്ട്. അതല്ലാതെ നമുക്ക് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 55 എന്നൊരു സപ്പോർട്ട് കൂടിയുണ്ട്. വളരെ വീക്കായിട്ടുള്ള ഒരു ചാർട്ട് നമുക്ക് US ഓയിലിൽ, ക്രൂഡ് ഓയിലിൽ കാണാൻ പറ്റുന്നതാണ്. അടുത്ത ദിവസത്തേക്ക് നമുക്ക് അടുത്ത വീക്കിൽ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട WPI പണപ്പെരുപ്പ ഡാറ്റ, അതുപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ട്രേഡ് വിലയിരുത്തൽ, അങ്ങനെ പല ഗ്ലോബൽ ന്യൂസുകളും നമുക്ക് അടുത്ത വീക്കിലേക്ക് കാണാൻ പറ്റുന്നുണ്ട്. US ഡോളർ ആയാലും ക്രൂഡ് ഓയിൽ ആയാലും അതിലൊക്കെ രൂപയുടെ ഉള്ള ഒരു മൂവ്മെൻറ്റും ഇൻവെസ്റ്റേഴ്സ് വലിയ രീതിയിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നെക്സ്റ്റ് വീക്കിലേക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സ്റ്റോക്കുകൾ അടുത്ത വീക്കിൽ നമുക്ക് ശ്രദ്ധിക്കണം. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ വിപ്രോ ഉണ്ട്. വിപ്രോനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരുപാട് ജെമിനി എൻ്റർപ്രൈസ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ഫ്ലോ, അത് ക്ലൗഡ്, ഗൂഗിൾ ക്ലൗഡിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ് വികസിപ്പിച്ചതായിട്ടുള്ളൊരു കാര്യം കമ്പനി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിപ്രോയ്ക്ക് ഒരു പോസിറ്റീവ് ന്യൂസ് അവിടെ കാണാം. ഗോദാവരി പവർ ആൻഡ് ഇസ്പാറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1,625 കോടി നിക്ഷേപം അംഗീകരിച്ച ഇൻഫോർമേഷൻ ഉണ്ട്. KC ഇൻ്റർനാഷണലിലെ 765 kV ട്രാൻസിഷൻ പ്രൊജക്റ്റിനെ കുറിച്ചിട്ടുള്ള
1150 രൂപയുടെ ഒരു ഓർഡർ കിട്ടിയ ഡീറ്റെയിൽസ് ഉണ്ട്. ഒറോ ഫാർമ തെലങ്കാനയിലുള്ള ഒരു ഫാർമയുടെ യൂണിറ്റിലുള്ള ഒരു പരിശോധന ഒബ്സർവേഷൻ, അതിൻ്റെ നടപടിക്രമങ്ങളും അതെല്ലാം അതിന് നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് കമ്പനി അറിയിച്ചിട്ടുണ്ട്. NLC ഇന്ത്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ 500 മെഗാവാട്ട് മുതൽ 2000 മെഗാവാട്ട് വരെ ഹരിത ഊർജ്ജ പദ്ധതികൾ ഘട്ടം ഘട്ടമായിട്ട് വികസിപ്പിക്കാൻ കമ്പനിയുടെ LIC ഇന്ത്യ റിന്യൂവബിൾ ലിമിറ്റഡ് PTC ഇന്ത്യ ലിമിറ്റഡുമായിട്ടൊരു മെർജ് കരാർ ഒപ്പിട്ടു എന്നുള്ളൊരു ഡീറ്റെയിൽസ് ഉണ്ട്. 197 കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് പേടിഎം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2250 കോടി രൂപയുടെ അധിക നിക്ഷേപം ആയിട്ടുള്ളൊരു ന്യൂസാണ് വന്നിരിക്കുന്നത്. സോ ഡിസംബർ 12-നാണ് നിക്ഷേപം പൂർത്തിയാക്കിയിട്ടുള്ള കാര്യം കേൾക്കുന്നത്. പിന്നെ ബെല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 776 കോടി രൂപയുടെ ഓർഡർ ലഭിച്ച ഇൻഫോർമേഷൻ. SMS ഫാർമസ്യൂട്ടിക്കൽസിനെ കുറിച്ച് അതിലൊരു USFDAയുടെ പരിശോധന നടന്ന ഒരു ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. ഇസാഫ് സ്മോൾ ഫിനാൻസിൽ 1700 കോടി രൂപയുടെ ആസ്തി എഴുതിത്തള്ളുന്ന വായ്പകൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് പ്രധാനമായും നെക്സ്റ്റ് വീക്കിലേക്ക് ശ്രദ്ധിക്കേണ്ടതായ പ്രധാന സ്റ്റോക്കുകൾ. ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് സംബന്ധിച്ച് ടെലിഗ്രാം ചാനലിൽ ചെക്കൗട്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് അവിടെ തരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.